പൗലോസ് സ്ലീഹായോ പൗലോസ് സ്ലീഹായോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അച്ഛൻ എന്താ ആ കാര്യത്തിൽ പ്രതികരിക്കുക? അതിന് ഞാൻ പ്രതികരിച്ചിട്ട് എന്തെടുക്കാനാ? എനിക്കതിനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അതിനുള്ള അധികാരമില്ല. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത കാര്യമൊന്നും ഞാൻ പ്രതികരിച്ചിട്ട് ആവശ്യമില്ല. പ്രതികരിക്കേണ്ടവർ പ്രതികരിച്ചോളും, അത് കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊന്നും പ്രതികരിക്കേണ്ട ആവശ്യം. പക്ഷേ ആരാധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ തിരുത്തുകളൊക്കെ ആവശ്യമാണെന്ന ബോധ്യം എനിക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ മ്യൂസിക്കാലിറ്റി വന്നിട്ട് ആരാധനയുടെ വിശുദ്ധി അല്ലെങ്കിൽ ഡെപ്ത് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മ്യൂസിക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആരാധനയുടെ സൗന്ദര്യം, ആരാധനയുടെ അർത്ഥം, ആഴം ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അത് നമുക്കൊരിക്കലും അനുവദനീയമല്ല. ആരാധനയുടെ ആഴവും ആത്മീയതയും ഒക്കെ നിലനിർത്തുമ്പോൾ ഉള്ള മ്യൂസിക്കാലിറ്റി തന്നെ ധാരാളമായി മാറും. അതിൻ്റെ അർത്ഥം ഞാൻ മ്യൂസിക്കാലിറ്റിയുടെ എതിരൊന്നുമല്ല. എനിക്ക് പാട്ട് ഓർഗൻ വെച്ച് തന്നെ കുർബാനയൊക്കെ ചൊല്ലുന്നതിന് ഇഷ്ടമുള്ള ഒരാളുമാണ്. അധിക സ്വരമാധുര്യമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു പിച്ചുമൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ചൊല്ലുന്നത്. എന്നാൽ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ തിരിച്ചു വരും. അതൊരു ഉദാഹരണമാണ് ഈ പറയുന്ന പാട്ട്. ചില പള്ളി ചെല്ലുമ്പോൾ പാടുന്ന കേട്ടിട്ടുണ്ട്, പൗലോസ് സ്ലീഹാ ധന്യൻ ചൊൽകേട്ടേ നീ ദേവം. ഇനി വേറെ ഏതെങ്കിലും നിറത്തിലൂടാണെങ്കിൽ വളരെ രസമായിരിക്കും. അപ്പം ആ സ്ലീഹായുടെ പേര് പൗലോ അല്ല, ആ സ്ലീഹായുടെ പേര് പൗലോസ് എന്ന് തന്നെയാണ്. ആ സ്ലീഹായെ നമ്മൾ എങ്ങനെയോ പൗലോ ആക്കുക. മിക്ക പള്ളിയിൽ ചെല്ലുമ്പോൾ അതിപ്പം ആരെയും കുറ്റം പറയില്ല, വൈദികർ ഉൾപ്പെടെ ചൊല്ലുന്ന കേട്ടിട്ടുണ്ട് പൗലോസ് സ്ലീഹ. പൗലോസ് സ്ലീഹ അല്ല, പൗലോസ് സ്ലീഹ. പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, പുസ്തകത്തിൽ അത് വന്നേക്കുന്നത് പൗലോസ് സ്ലീഹ എന്ന് തന്നെയാണ്. അപ്പം ചൊല്ലുമ്പം അത് അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ദിദിമോസ് ബാവായുടെ കാലഘട്ടത്തിൽ ഒരു തിരുത്ത് അദ്ദേഹം നമുക്കൊക്കെ ആയിട്ട് തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിച്ച് എന്നുള്ളതിന് അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്ന് അറിയിച്ചാൽ എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പം ആ വരി ഇന്നും അറിയാത്ത ആളുകൾ ഈ ലോകത്തുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര രസകരമായി തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഈ യാത്രകളൊക്കെ നടത്തി പല പള്ളികളിൽ ചെല്ലുമ്പോഴൊക്കെയാണ് ഇത് കാണുന്നത്. എൻ്റെ പള്ളിയിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട്, തിരുത്തി പാടാറുമുണ്ട്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വേറെ രീതി കാണുന്നുണ്ട്. അഭിമന്യനായ ഐറേനിയസ് തിരുമേനി ഇപ്പോൾ സിനഡിൽ ഉള്ള തിരുമേനിയാണ്. തിരുമേനി ഞാനിരുന്ന പള്ളികളിലൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ തിരുമേനി പറയുന്ന ചില എഡീഷൻസ് കൂടെ ഉണ്ട്. എനിക്കത് അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്, നല്ലതായിട്ട് തോന്നാറുണ്ട്. അർത്ഥത്തിന് ഇച്ചിലൂടെ സ്ഫുടത വരുത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചൊല്ലാൻ വേണ്ടി ഞാൻ എൻ്റെ പള്ളിയിൽ പറയാറുണ്ട്. അപ്പം ഇനിയെങ്കിലും നമ്മൾ പാടുമ്പം ഞാൻ ഐറേനിയസ് തിരുമേനി പഠിപ്പിച്ച വേർഷനോട് ചേർത്താണ് പാടുന്നത്. പൗലോസ് സ്ലീഹാ ധന്യൻ ചൊൽകേട്ടേൻ ഈ ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും. സഭയിൻ ശാപമെന്നാണ് ഐറേനിയസ് തിരുമേനി പാടുന്നത്. താനേൽക്കും സഭയുടെ ശാപം. വളരെ ക്ലിയറായി. അങ്ങനെ തിരുത്തണമോ വേണ്ട എന്നുള്ളത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് തീരുമാനിക്കും. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടെന്നാണ് നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ കിടക്കുന്നത്. എന്നാൽ ഐറേനിയസ് തിരുമേനി അത് മാറ്റുന്നത് കൈക്കൊണ്ടെന്നാക്കും. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. അതാകുമ്പോൾ ഇച്ചിയുടെ വാക്കിന് നമുക്ക് ക്ലിയറായി, നമ്മുടെ ആ പാട്ട് ക്ലിയറായി. ഇത് കുർബാനക്രമത്തിൽ വരുത്തേണ്ടത് ഐറേനിയസ് തിരുമേനി സിനോദോസിൽ പറഞ്ഞ് MOCക്ക് നിർദ്ദേശം കൊടുത്തവർ തന്നെ. ഞാനൊന്നും അതിന് അർഹനല്ല. തിരുമേനി പലയിടത്തും ചൊല്ലാറുണ്ട്, തിരുമേനി തന്നെ അത് സൗണ്ട് എടുത്ത് അത് ക്ലിയർ ചെയ്യാറുണ്ട്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ.
പൗലോസു ശ്ലീഹാ ധന്യൻ ചൊൽകേട്ടേൻ ഇതേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയുടെ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. ഇച്ചിരി വ്യക്തമായിട്ട് നമുക്ക് ആരാധനയ്ക്ക് ഒരു വല്ലാത്ത സുഖമുണ്ട്. പലപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന വൈദികർ ചിലപ്പോൾ അത് തിരിച്ചറിയുന്നില്ല, ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും, ജനങ്ങൾ തീരെയും തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. പക്ഷെ അത് അതിൻ്റെതായ അർത്ഥതലത്തിൽ ചൊല്ലുമ്പോൾ ആരാധന തീരുന്ന പോലും, ഇപ്പം നമുക്ക് 2 മണിക്കൂറെന്ന് 2.5 മണിക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല, പെട്ടെന്ന് തീർന്നു പോയെന്ന് പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ ആരാധനയെ സംബന്ധിക്കാൻ നമുക്ക് കഴിയട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ എഴുതുമ്പോഴാണ് എനിക്ക് അതിന് മറുപടി നൽകാനായിട്ട് സാധിക്കുന്നത്, ചിലർ ചോദിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാനിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കും.